നമ്മളെ ചിപ്പിയൊക്കെ കണ്ടു കിട്ടിയിട്ടുണ്ടോ പൂജ? ഇവരെ കണ്ടു കിട്ടിയിട്ടില്ല സേതു. അങ്ങനെ ചിപ്പിയെ കാണാൻ വേണ്ടിയിട്ട് പൊങ്കാലയിടാൻ എത്തിയവർ പോലും ആ ഗേറ്റിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. കുറേ താരങ്ങളുണ്ട് ഇവിടെ. നമ്മൾ നേരത്തെ കൃഷ്ണപ്രഭ ചേച്ചിയുടെ എന്താണ് പറയാനുള്ളതെന്ന് കേട്ടു. റബേക്ക്, അമൃത, അങ്ങനെ കുറേ സീരിയൽ ആക്ട്രസ് എല്ലാം തന്നെ ഇവിടെയുണ്ട്. ഒരുപാട് പേരുണ്ട്. നടി ജലജ ഇവിടെയുണ്ട്. ചേച്ചി ഇപ്പോൾ അകത്തേക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. സ്ഥിരമായിട്ട് ഇവരെല്ലാവരും ഈ ഗൗരിവന്ദനം എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് പൊങ്കാല അർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്ഥിരമായി വരുന്ന ഭക്തർക്കും അറിയാം ഇവരെല്ലാവരും ഇവിടെ ഉണ്ടാകും, ചിപ്പി ചേച്ചി ഇവിടെ ഉണ്ടാകും എന്നുള്ള വ്യക്തമായിട്ടുള്ള കാര്യം ഇവിടെ അറിയാം. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ശരിക്കും ഈ ഗേറ്റിന് മുന്നിലായിട്ട് വന്ന് നിൽപ്പുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അവർ വരുന്നു, അവർ മിനിസ്ക്രീനിൽ കാണുന്ന താരങ്ങളാണ്. അപ്പോൾ ഈ താരങ്ങളും അതേപോലെ തന്നെ അവരെയും സന്തോഷിപ്പിക്കുന്നുണ്ട്. ഈ പൊങ്കാല ഒരുക്കങ്ങൾ ഇവിടെ നടക്കുന്നതിനിടയിൽ കൂടി പ്രിയപ്പെട്ട താരങ്ങൾ അവരെ കാണാനെത്തിയ ആരാധകരെ അതേപോലെ അവരോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, അവരുടെ അടുത്ത് കാര്യം പറയുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ നല്ല മനോഹരമായ കുറച്ച് കാഴ്ചകൾ കൂടി നമുക്ക് ഇവിടെ നിന്നും ശരിക്കും കാണാനായിട്ട് സാധിക്കും. ഇതേ രീതിയിൽ തന്നെ എല്ലാവർക്കും അവർ മാധ്യമങ്ങളോടെല്ലാം തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളോടിപ്പം അമൃത ചേരുന്നുണ്ട്. അമൃത, അയ്യോ നല്ല തിരക്കണ്ടില്ലേ? ശരിക്കും നിങ്ങൾ വന്ന് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തിയെന്ന് വേണം പറയാൻ. കാരണം എല്ലാവരെയും കാണാൻ വേണ്ടി ഇത്രയും ആൾക്കാർ മുന്നിൽ നിൽക്കുകയായിരുന്നു. അവർ ഞങ്ങളടുത്ത് പറയായിരുന്നു ചിപ്പയെ വിളിക്കൂ, അവള് എല്ലാവരും അപ്പോഴും ചേച്ചി. അതെ അതെ, അയ്യോ താങ്ക് യു. ഞങ്ങൾ എല്ലാ വർഷം വരാറുണ്ട്. അല്ലല്ല, ഇവർ രണ്ടുപേരും ഡബ്ബൊക്കെ ഫസ്റ്റ് ടൈമാണ് ഇടുന്നത്. അപ്പോൾ അവർ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു, അന്നേരം സംസാരിക്കാൻ പറ്റില്ല. എങ്ങനെയുണ്ട് അമ്മയുടെ അനുഗ്രഹം? കൃത്യമായിട്ടൊക്കെ വരാറുണ്ടല്ലോ, എങ്ങനെ തോന്നുന്നു? എന്താണ് എല്ലാവരോടും പറയാനുള്ളത്? അമ്മയുടെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ്. ഇതിപ്പോൾ 18ാമത്തെ വർഷമാണ് നമ്മൾ പൊങ്കാല അർപ്പിക്കുന്നത്. എല്ലാ വർഷവും ഒരു തടസ്സങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാ വർഷവും ഇവിടെ തന്നെയല്ലേ വരും? ഇവിടെ ഫസ്റ്റ് ടൈമാണ് ഇടുന്നത്. അതെ അതെ അതെ. അയ്യോ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ സാധനം വെക്കാൻ വന്നപ്പോൾ തന്നെ ഇവിടെ ഭയങ്കര ആളായിരുന്നു. ഇപ്പോഴും നമ്മൾ വരുന്ന വഴിക്ക് ഭയങ്കര നമ്മൾ പോലീസ് നമ്മളെ വഴക്കുറയും, നിങ്ങൾ കാരണം ഇവിടെ ഇത്രയും ക്രൗഡായെന്ന് പറഞ്ഞിട്ട്. അവരെ മെനു ചെയ്യാതെ പറ്റത്തില്ലല്ലോ. അവരുടെ സ്നേഹവും സപ്പോർട്ടും ഉണ്ടല്ലേ നമ്മളിന്ന് ഇവിടെ നിൽക്കുന്നത്. ഒരുപാട് സന്തോഷമായി. താങ്ക് യു. ഒരുപാട് നന്ദി. അമൃതയാണ് നമ്മുടെ അടുത്ത് സംസാരിച്ചത്. ആ രീതിയിലാണ് ഇവിടെ കാണാൻ നമുക്ക് ഒരുക്കങ്ങളെല്ലാം അവരും തന്നെ ആറ്റുകാലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ഒരുക്കങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഗേറ്റിന് ഫ്രണ്ടിൽ, ഈ ഹോട്ടലിന് മുന്നിലായിട്ട് ഒരുപാട് ആൾക്കാർ തങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാരെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് തടിച്ചു കൂടിയിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാം, പൊങ്കാല അർപ്പിക്കാൻ എത്തിയവരാണ്. ആ മതിലിൻ്റെ അപ്പുറത്ത് നിന്നൊക്കെ ഒരുപാട് പേര് ഇവരെ കാണാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പൊങ്കാല അർപ്പിക്കാൻ പോകുന്നവരാണ്. അതോടൊപ്പം തന്നെ ഇവരെ കാണുക എന്ന് പറയുന്നത് അവർക്ക് അത്രത്തോളം വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം. ഇവിടെ കൃത്യമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരോട് സംസാരിക്കുന്നുണ്ട്, അവരോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ഒരു കാഴ്ച നമുക്ക് ഈ ആറ്റുകാലിൻ്റെ പരിസരത്ത് നിന്നും ഈ ഒരു ദിവസം കാണാൻ പറ്റുന്നതായിരിക്കും. ആദ്യം തന്നെ സീത ചോദിച്ചതുപോലെ ചിപ്പി എവിടെ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിപ്പി ദേ ഉള്ളിലുണ്ട്. പക്ഷേ ഇനി ഇറങ്ങി വരണം. അങ്ങനെ നമുക്കിനി ചിപ്പിയുടെ കയ്യിൽ കിട്ടുമ്പോൾ ചിപ്പിയുടെ പ്രതികരണത്തിലേക്ക് പോകാം. സീതു, ശരി.